ഇന്ന് 24/8/2026. ഇന്ന് ട്രാവൽ വ്ളോഗായിട്ടൊന്നുമല്ല വന്നേക്കണേ. ഞങ്ങളുടെ ഇവിടെ മദ്രസയിൽ നബിദിനത്തിൻ്റെയൊക്കെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നാളെയാണ് നബിദിനം. ഇന്ന് നബിദിന രാവാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞു മക്കളുടെ ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമുക്ക് കാണാം. നല്ല മഴയാണ്. മഴയത്ത് പാവം കുട്ടികൾ
വലത് ഭാഗത്ത് കൂടി നിൽക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുന്ന സഹോദരികൾക്ക് പരിപാടി ശ്രദ്ധിക്കാൻ തടസ്സമാകുന്നുണ്ട്. മഴയാണ്, അതുകൊണ്ട് ബൈക്കിലിരിക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും തടസ്സമാവാത്ത വിധം ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ
اللهم صل على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك. الحمد لله. നമ്മുടെ മഹബ്ബത്തുർ റസൂൽ 2026 അതിൻ്റെ സമാപന പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ദീർഘമായ പ്രസംഗമോ ഒന്നുമില്ലാതെ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ യോഗം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മദ്രസയിൽ നടന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, മക്കളെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, അവസാനം ആയി നടന്ന ദഫ്, ഇന്നലെ നടന്ന പ്രസംഗങ്ങളും പാട്ടുകളും ഖിറാഅത്തുമെല്ലാം ഏറെക്കുറെയൊക്കെ വീക്ഷിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ മനസ്സിലാകുന്നത്
നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്ന തലമുറകൾക്ക് നല്ല ഭാവിയും ആ ഭാവിയെ പോഷിപ്പിച്ചെടുക്കേണ്ടത് അധ്യാപകരായ ഇവിടെയുള്ള ഉസ്താദന്മാർ, അതിലുപരിയായി അവരുടെ രക്ഷിതാക്കൾ. ആത്മീയ വിദ്യാഭ്യാസമാണ്, അതിന് ഊന്നൽ നൽകേണ്ടതാണ്. ആ കുട്ടികൾ ഒരു പ്രസംഗം, ഏകദേശം 10 മിനിറ്റോളമുള്ള പ്രസംഗങ്ങൾ ചെറിയ 4ാം ക്ലാസ്സിലെ മക്കൾ കാണാതെ പഠിച്ച് തെറ്റുകൂടാതെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് നല്ല ഭാവിയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാകും. 7 മിനിറ്റോളം പാട്ട് കാണാതെ പാടിയ മക്കളുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആ മക്കൾക്ക് നല്ല മെമ്മറി പവറുള്ള മക്കളാണ്. ആ മക്കളെ മെമ്മറി പവർ പരിപോഷിച്ചെടുക്കുക എന്നത് രക്ഷിതാക്കളുടെ, നിങ്ങളുടെ കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്, നിർബന്ധമാണ്. അതിന് ഏറ്റവും പറ്റിയത് പഠിക്കുന്ന പ്രായത്തിൽ മക്കളെ പഠിക്കാൻ പ്രേരിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ജമാഅത്ത് കമ്മിറ്റി, അതിന് വേണ്ടുന്ന പ്രത്യേക PTA കമ്മിറ്റി ഒക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവിധ സഹായ സഹകരണങ്ങളും മാത്രമല്ല, നമ്മുടെ ജമാഅത്തിന്റെ വരുമാനത്തിൽ നിന്നും ഭീമമായ സംഖ്യയാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പൊ അത് ഉപകാരപ്രദമാക്കി എടുക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടതാണ്. അപ്പം അതിനു വേണ്ടുന്ന എല്ലാ പ്രേരണയും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കാര്യമായി സഹകരിക്കുക. മക്കളെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന സംവിധാനം വീടുകളിൽ ഉണ്ടാക്കുക. മദ്രസയിലെ കാര്യങ്ങൾ പഠിക്കുന്നത് വീടുകളിൽ നിർബന്ധമാക്കുക. മറ്റ് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് എമ്പാടും നമുക്ക് സൗകര്യങ്ങളുണ്ട്. വേണ്ട എന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കണ്ട എന്നോ അല്ല പറയുന്നത്. അതൊക്കെ ആവശ്യമാണ്, അത്യാവശ്യമാണ്, പഠിപ്പിക്കണം, നിർബന്ധമായും പഠിപ്പിക്കണം. അതിന് ഏത് തലം വരെ പോകണമെങ്കിലും പോകാം. ഇസ്ലാം ഒരു വിദ്യാഭ്യാസത്തിനും എതിരല്ല, ഇസ്ലാം ഒരു പഠനത്തിനും എതിരല്ല. ഏതെല്ലാം പഠനങ്ങൾ ഒരു മനുഷ്യന് പഠിക്കാൻ കഴിയുമോ ആ പഠനത്തിന് വേണ്ടുന്ന എല്ലാ പ്രേരണയും പരിശുദ്ധമായ ഖുർആൻ പരിധി നോക്കിയാൽ കാണാം. ഖുർആൻ തുടങ്ങിയത് തന്നെ ഇഖ്റ വായിക്കുക എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ്. അപ്പം ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം വായനക്കോ പഠനത്തിനോ, പഠനത്തെ പ്രേരിപ്പിക്കുന്നതിനോ, അത് ഏത് പഠനമാണെങ്കിലും ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. പ്രസന്റേഷനാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ് കൂടുതൽ മാർക്ക് വാങ്ങിയത് മുഹമ്മദ് സ്വാലിഹ്. പേര് വിളിക്കാൻ കുട്ടികൾ ഇവിടെ റെഡിയായി നിൽക്കുക. 2ാം ക്ലാസ് നൂറ ഇസ്സ, 3 ആസിയ മർവ, 4 മാഹിൻ അമാൻ, 5 ജഹാന ഷെറിൻ, 6 അസ മസ്റിൻ, 7 ഫാത്തിമ ബഹ്ജ, 8 ഇഷ പർവീൻ, 9 ആമിന സഹില, 10 റിയാസ് അഹമ്മദ്. കുട്ടികളോ കുട്ടികളുടെ രക്ഷിതാക്കളോ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരിക. 2 നൂറ ഇസ്സ. കുട്ടികൾ കടന്നു വരുന്ന വഴിക്ക് നിന്ന് ആളുകൾ മാറി നിൽക്കണം. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. 3 ആസിയ മർവ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. 4 മാഹിൻ അമാൻ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അടുത്ത സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൗൺസിലർ ഷംസുൽ ഹാജി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. എല്ലാ കുട്ടികൾക്കും ഉസ്താദ് തന്നെയാണ് കൊടുക്കുന്നത്. 1ാം ക്ലാസ്സിലെ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സ്വാലിഹ്. പെട്ടെന്ന് പറഞ്ഞേ. റയാൻ ആദം,
റയാൻ ആദം, മുഹമ്മദ് സൈൻ, ഫാത്തിമ ഷഫീഖ്, ഉമർ സൈൻ തന്നെ കൊടുത്തോ, അത് പേര് മാറിപ്പോയതാ. മുഹമ്മദ് സൈനാണ്. മുഹമ്മദ് സൈൻ, ഫാത്തിമ ഷഫീഖ്, മിൻഹ ഫാത്തിമ, ഫൈഹ ഫാത്തിമ, അംന പി എസ്, അനസ് പി ആർ, അനസ് ആബ്സെന്റ് ആണ്. ഐഷ അവനെ പോലെ അവിടെ നിൽക്ക്. അങ്ങനെ മദ്രസയിൽ നിന്ന് പിള്ളേര് പരിപാടിയുടെയൊക്കെ സമ്മാനം കിട്ടി. പിള്ളേർ എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാൻ. തുറന്നോ. ഐഷക്ക് ഗ്ലാസ് സെറ്റ് നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി ന്യൂസിന്റെ തുറക്കും. അപ്പച്ചട്ടി. യെസ്, അപ്പച്ചട്ടിയാണോ ഗൈസ്? കഴിഞ്ഞ വർഷം കുക്കർ, ഇപ്രാവശ്യം അപ്പച്ചട്ടി. ഞങ്ങൾക്ക് അപ്പച്ചട്ടി പറഞ്ഞ വേണമായിരുന്നു. പിള്ളേര് കഷ്ടം. അതിന് വലിച്ചു പൊട്ടിക്കില്ലേ? നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടി. ഇത് വെയിറ്റ് ഉണ്ട് അതിൽ നോക്കട്ടെ. ഇതാണ് ഒരാൾക്ക് ദഫിന് കിട്ടിയത്. ഏതാ? അപ്പൊ ഇതെന്തിനാ? ഇത് സിംഗിൾ സോങ് സെക്കൻഡ്. ഇത് ദഫ്. മര്യാദക്ക് ഓർക്ക് ഇല്ല. അത് പ്ലേറ്റ് ഉള്ളിലേക്ക് വെക്കണ്ട ഇപ്പൊ. ഇതാണ് ദഫിന് കിട്ടിയത്. താഴെ വീഴല്ലേ? അത് ഇത് ദഫിന് കിട്ടിയത്. ഇത് സിംഗിൾ സോങ്ങിന് കിട്ടിയത്. ഇത് ഐഷാക്ക് ഗ്രൂപ്പ് സോങ്ങിന് കിട്ടിയത്. അങ്ങനെ ഇത്രയാണ് നബിദിനത്തിന് പിള്ളേർക്ക് കിട്ടിയത്.